Hello, welcome to our podcast. ഹലോ. സോ നമ്മൾ ഇന്ന് നമ്മുടെ ഗോകർണ ജേർണിയാണ് പറയാൻ പോകുന്നത്. ഗോകർണയ്ക്ക് തൊട്ട് ഞാൻ ഗോകർണ എന്ന് പറയുന്നത് മിക്കവർക്കും ഗോകർണ എന്ന സ്ഥലത്തിനെ പറ്റിയാണ് കൂടുതൽ പേരാണ് കൂടുതലെന്ന് അറിയാവുന്നത്. സോ നമ്മൾ പോയ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് കുംത എന്നാണ്. ഗോകർണയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ് കുംത. ബാംഗ്ലൂർ ടു കുംതയാണ് നമ്മൾ പോയത്. നമ്മളിത് പോയത് ലോക്ക്ഡൗൺ ടൈമിലാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഒരു 10 to 15 days കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോയത്. അതൊരു ലൈക്ക് ആ ലോക്ക്ഡൗൺ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നല്ലോ. സോ അത് കഴിഞ്ഞ് ആ ഒരു റിലീഫ് പോലെ നമ്മൾ പോയതാണ്. പെട്ടെന്നൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ പോയതാണ്. സോ ഞങ്ങൾ പോയത് ജോഗ് ഫാൾസ് ഒക്കെ ഉള്ള അതേ റൂട്ടിൽ തന്നെയാണ് നമ്മൾ പോയത്. ജോഗ് ഫാൾസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു ടൂറിസ്റ്റുകൾക്കെല്ലാം. സോ നമ്മൾ അവിടെ നിന്ന് കയറിയില്ല. നമ്മൾ പിന്നെ ട്രാവൽ ചെയ്തതും മോസ്റ്റ്ലി നൈറ്റ് ആണ്. സോ അത് വലിയ റിസ്ക് ആയിരുന്നു. നമ്മൾ എൻഫീൽഡിലാണ് പോയത്. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഹോട്ടലിലേക്ക് എത്തിയത് നൈറ്റ് അറൗണ്ട് 11 o'clock. ഒരുപാട് വൈകിയാണ് നമ്മൾ അന്ന് എത്തിയത്. അതൊരു നിയർലി 10-12 hours നമ്മൾ ട്രാവൽ ചെയ്തു. കാരണം കുറേ ലൈക്ക് നിങ്ങൾക്കറിയാമല്ലോ ജോഗ് ഫാൾസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഫുള്ള് ഹെയർ പിൻ വളവുകളും ഹിൽ ഏരിയാസ് ആണ്. പിന്നെ ഈ കോവിഡും കൂടെ കഴിഞ്ഞത് കൊണ്ട് കർഫ്യൂസ് ഉണ്ടായത്. പിന്നെ ലൈക്ക് വണ്ടികളൊന്നും റോഡിലില്ല, ആൾക്കാരില്ല. കുറേ റിസ്ക് ഉണ്ടായിരുന്നു അതിനകത്ത്. നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ കുറ്റൊക്കെ ഇട്ട് നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈം അതിനകത്ത് സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇവിടെ നിന്ന് പോയി. പിന്നെ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു വണ്ടി ഓടിക്കാൻ. നമ്മളങ്ങനെ കുംതയിൽ ഓംബുദ്ധി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് നമ്മൾ നിന്നത്. ബീച്ച് റിസോർട്ടാണ്. അപ്പൊ നിങ്ങൾ ബീച്ച് റിസോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് കരുതില്ല. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ഉള്ളൊരു ഹോട്ടലായിരുന്നു. ഐ മീൻ എന്താ പറയാ, ക്ലീൻ ആണ്. പിന്നെ അവിടെ ലൈക്ക് വെജിറ്റേറിയൻസ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗൂഗിൾ മാപ്പിന്റെ ഒരു വ്യൂ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എടുത്തത് റൂട്ട്. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എടുത്ത റൂട്ടും ഞാൻ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇട്ടേക്കാം. ഞാനിപ്പോ ഈ കാണിക്കുന്നത് ഗൂഗിൾ വഴി കാണിക്കുന്നത് നമ്മൾ എടുത്ത റൂട്ടാണ്. ലൈക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കുംതയിലേക്ക് വന്ന് ആ റൂട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ റൂട്ട് എടുക്കാം. നല്ല സീനറീസ് ആണ് പോകുന്ന വഴിക്കെല്ലാം. അപ്പം മാക്സിമം ഡേ ടൈമിൽ ട്രാവൽ ചെയ്യാൻ നോക്കുക. ബിക്കോസ് അതൊരു ഫോറസ്റ്റും ഗാർഡ് സെഷൻസ് ഒക്കെയാണ്. സോ രാവിലെ ട്രാവൽ ചെയ്യുന്നതായിരിക്കും സേഫ്. പിന്നെ കുംതയിൽ നമ്മളന്ന് ചെന്നപ്പം ലൈക്ക് നൈറ്റ് ടൈം ആയിരുന്നെങ്കിലും സേഫ് ഒക്കെ ആയിരുന്നു. അതൊരു വില്ലേജ് ഏരിയ ആണ്. സോ നിങ്ങൾക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടും നമുക്ക് സ്ഥലത്തെ പറ്റി അറിയാത്തതുകൊണ്ടും നമുക്ക് ചില ഭയങ്ങളൊക്കെ തോന്നാം. പക്ഷേ ഞങ്ങളവിടെ നിന്ന ഒരു 5 days നമ്മളവിടെ നിന്നായിരുന്നു. നമ്മൾ നിന്ന ഒരു 5 days നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി കിട്ടിയിട്ടുള്ളത് അവിടുത്തെ ലോക്കൽസിൻ്റെതാണെങ്കിലും. അപ്പൊ നമ്മൾ ഈ താമസിച്ച റിസോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. റിസോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു ബീച്ച് സൈഡ് റിസോർട്ടാണ്. പിന്നെ ഈ ഒരു കുംത സ്ട്രെച്ച്, ആ ഒരു ബീച്ച് സ്ട്രെച്ചിനും വേറെ പ്രത്യേകതയുണ്ട്. അത് സൈഡിൽ തന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. ലൈക്ക് ബീച്ചിന്റെ അവിടെ തന്നെ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിനകത്താണ് ഈ റിസോർട്ട്. അതായത് നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ളൊരു ബീച്ചാണിത്. ഈ റിസോർട്ടിന് ചേർന്നിരിക്കുന്ന റൂമിൽ നോക്കുമ്പോൾ തന്നെ കാണാം, നമുക്ക് ആ ബീച്ച് വ്യൂ കാണാം. അപ്പം എന്താ പറയുക, ബീച്ച് നല്ലൊരു ഹൈജീനും ക്ലീനും ഉള്ളൊരു ബീച്ചാണ്. ലെസ് ക്രൗഡഡും ആണ്. നല്ലൊരു കമ്പാരിറ്റീവ്ലി നല്ലൊരു ബീച്ചാണ്. പിന്നെ നമ്മൾ ഇത്രയും നാൾ പോയിട്ടുള്ള ബീച്ചുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹൈജീനായിട്ടും ഭയങ്കര ക്ലീൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പോയാലേ മനസ്സിലാവത്തുള്ളൂ. കാരണം ഒരു ലോക്കൽസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ക്രൗഡഡ് ഒന്നും അല്ല. അവിടെ ഈ റിസോർട്ടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെല്ലാം വേറെ ആരും ഇല്ല അവിടെ. പിന്നെ എല്ലാവരും ആണെങ്കിലും ഗോകർണയാണ് വിചാരിക്കുന്നത് ട്രിപ്പ് പോകുമ്പോൾ. ഈ സ്ഥലങ്ങളൊന്നും അധികം ആരും ഓപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നല്ലൊരു സ്ഥലമാണ്, എല്ലാവരും പോയി കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. നമ്മൾ അന്ന് ഗോകർണ പോയപ്പോഴും ഗോകർണ സൈഡിലൊക്കെ നല്ല തിരക്കാണ്. പക്ഷെ കുംത ഈ ഒരു സൈഡിലൊക്കെ ഒരു ആളും ഇല്ല. പിന്നെ ഈ റിസോർട്ടിന്റെ ഒക്കെ സൈഡിലൂടെ ആ റോഡ് ലൈക്ക് നമ്മൾ ചുമ്മാ ഡ്രൈവിനൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു എൻ്റെ കുംത റീജിയൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഗ്രീനറിയും ഒരു ഹില്ലി ഏരിയാസും ലേക്സ്, ഒരു നല്ലൊരു ആംബിയൻസും നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും അവിടെ എന്തായാലും. തീർച്ചയായിട്ടും ആ ഒരു ആംബിയൻസും വ്യൂ ഒക്കെ. അപ്പൊ ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയുടെ ടെൻഷൻ എന്നൊക്കെ ആൾക്കാർക്ക് ഒഴിഞ്ഞു നിൽക്കണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിന് ഏറ്റവും
ഡ്രൈവ് ഉണ്ടെന്നേ ഉള്ളൂ ഇവിടുന്ന് 8 മണിക്കൂർ 9 മണിക്കൂർ. പക്ഷേ ഇനി റൈഡേഴ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, അവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. സ്പെൻഡ് ചെയ്യണമെങ്കിൽ 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു യൂസ് അവിടെ കിട്ടും. കാരണം ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ള ബീച്ചും പിന്നെ നിങ്ങൾ രാവിലെ റൂം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മയിലിനെ കാണാം. അതെ അതെ, പീകോക്കിനെ കാണാം, അതിന്റെ ഒരു ഡാൻസ് നമുക്ക് കാണാം. ഞങ്ങൾ പോയ ഒരു ടൈം പീരീഡിൽ ലൈക്ക് ഒരു ക്ലൗഡി ടൈമായിരുന്നു. സോ മഴയൊന്നും ഇല്ല, പക്ഷേ ഭയങ്കര ക്ലൗഡി ടൈമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മയിലിനേക്ക് ഒരുപാട് കാണാൻ പറ്റി. ഭയങ്കര നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ബീച്ച് സൈഡിൽ ഒരു ഫോറസ്റ്റ് ഏരിയ പോലൊരു സ്ഥലവും അതിനകത്തൊരു മയിലും കാര്യങ്ങളൊക്കെ, അത് ഒരു വല്ലാത്തൊരു ഫീലും ആംബിയൻസും ഒക്കെ ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഈ നമ്മളിപ്പോൾ നിന്ന ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് അതിൻ്റെ ടേബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ബീച്ച് സൈഡിൽ തന്നെയാണ്. ഒരു ബീച്ച് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അത്. നമ്മളൊരു 7 സ്റ്റാർ ഹോട്ടലിലോ 5 സ്റ്റാർ ഹോട്ടലിലോ ഒക്കെ പോയാൽ നമ്മൾ ഈ കാണുന്ന വീഡിയോസിലൊക്കെ കാണത്തില്ലേ 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കാണുന്ന പോലെ ആംബിയൻസും സെറ്റപ്പ് വയ്ക്കുക. ഗോവയിലൊക്കെ ആണെങ്കിൽ ടാജിലൊക്കെ പോയാൽ ഇപ്പൊ അക്വാഡ ഫോർട്ടിന്റെ ഒക്കെ ടാജിൽ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു അതേ സാധനം നമുക്ക് ഇവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാം. ഭയങ്കര നല്ല ആംബിയൻസും ഭയങ്കര നല്ല എക്സ്പീരിയൻസും ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കുംതേന്ന് ഗോകർണെ പോകണം എന്നുണ്ടെങ്കിൽ റോഡ് വഴി പോവുകയാണെങ്കിൽ നല്ല കറക്കമുണ്ട്. ഇപ്പം ഹൈവേ വഴി നിങ്ങൾക്ക് പോവാം. സോ നമ്മുടെ ഈ കുംതേന്ന് ഹൈവേ എത്താനും പിന്നെ ഹൈവേന്ന് ഗോകർണ വഴി പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ് നല്ല ഒരു കറക്കം ഉണ്ടെന്നേ ഉള്ളൂ. അത് നല്ല ഒരു റൂട്ടാണ്. ഇത് കൂടാതെ ഷോർട്ട് കട്ടും ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഒരു കുംതേന്ന് നമ്മൾ വില്ലേജ് വഴി പോയാൽ നമുക്കൊരു ലൈക്ക് ഒരു ജങ്കാട് ഉണ്ടാവും. നമുക്ക് ജങ്കാര നമ്മുടെ കാർസ് ഒന്നും പറ്റത്തില്ല. ബൈക്കിലാണെങ്കിൽ നമുക്ക് ജങ്കാര കയറ്റിയിട്ട് അപ്പുറത്ത് പോയി. സേഫ് ഓപ്ഷൻ ഒന്നും അല്ല അത് അന്ന് തന്നെ നമുക്ക് സേഫ് അല്ലായിരുന്നു. അപ്പം ഇപ്പൊ അതൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അന്നുണ്ടായിരുന്നു. നമ്മള് എന്റെ തന്നെ ബൈക്ക് ഏറ്റവും അവസാനമൊക്കെ നിന്നത്. അപ്പൊ ഞാൻ കരുതി ഇപ്പം തന്നെ ബൈക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് ബൈക്കിന് പുറത്ത് ഞാനും ഇരിപ്പുണ്ട്. നല്ല ടെൻഷനായിരുന്നു ഇത് എപ്പോഴാണ് വെള്ളത്തിൽ പോകുന്നത്. അത്ര അൺസേഫ് ആയിരുന്നു. പക്ഷെ തിരിച്ചു വന്നത് അതുകൊണ്ട് നമ്മള് ലൈക്ക് റോഡ് ലോങ് റൂട്ട് വഴിയാണ്. പിന്നെ ചെങ്കാര ഒരു ദിവസം അങ്ങാണ്ട് 5 വട്ടേ ഉള്ളൂ ട്രിപ്പ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. സോ നമ്മൾ പോയ കറക്റ്റ് ടൈമിലാണ് നമുക്ക് കിട്ടി. പക്ഷെ അത് പെട്ടെന്ന് തന്നെ എത്തും. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ഒരു 1 അവറിനകത്ത് തന്നെ നിങ്ങൾ ഗോകർണ എത്തും. അതൊരു എളുപ്പ മാർഗമാണ്. അല്ലാന്ന് പറഞ്ഞാൽ റോഡ് വഴി ലോങ് റൂട്ട് എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഇനിയും ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി രണ്ടാമത് ഒരു ബീച്ച് സൈഡ്സ് പോകണം. നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് കൊമ്പത്തെന്ന് കാരണം ആ ആംബിയൻസ് നമുക്ക് വേറെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. പിന്നെ നിങ്ങൾക്ക് ആകെപ്പാടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ കുറച്ച് നോൺ വെജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ മെനു ഫുഡ്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് വാങ്ങിക്കേണ്ടി വരും. നിങ്ങളത് കുംത ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അവിടെ പോവുക, വാങ്ങിക്കുക, തിരിച്ചു വരിക. നിങ്ങൾ രാത്രിയിലേക്കുള്ള കഴിക്കാൻ അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. റിസോർട്ടിൽ തന്നെ ആണെങ്കിൽ അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ മേ ബി കോവിഡൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ടായിരിക്കാം ഫുഡിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു മെനുവിലൊക്കെ. സോ ഇന്ന് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. പിന്നെ ഈയിടെ ഒമ്പതിയുടെ ചുമ്മാ നോക്കിയതാണ്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ബുക്ക് ചെയ്താലോ എന്ന് കരുതി നോക്കിയതാണ് കുംതയിലൊന്ന് കയറിയാലോ. അപ്പോൾ നോക്കിയപ്പോൾ 9 റിസോർട്ട്സ് ഒക്കെ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അത് അവിടെ നമ്മൾ അന്ന് കണ്ട പല റിസോർട്ടുകളും ഇന്ന് വേറെ രീതിയിലൊക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. സോ മേ ബി അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറയുന്ന കോവിഡ് ടൈമിലുള്ള അപ്ഡേറ്റ് ആണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് പലതും മാറിയിട്ടുണ്ടാവും. പക്ഷെ സ്ഥലം ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോകും. പിന്നെ കാറിനെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യുക ബൈക്കാണ്. ആ ഒരു ലൈക്ക് എന്തോ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. കുംതയെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ. പിന്നെ വേറെ എന്തായിരുന്നു ഇപ്പോൾ ഒരു ഇപ്രാവശ്യം എന്തായിരുന്നു പില്ലിയൻ റൈഡറായിട്ട് പുള്ളിക്കാർ കുറെ എക്സ്പീരിയൻസ് അടിച്ചു പൊട്ടിച്ചായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. കാരണം നമ്മൾ ആ കോവിഡ് എന്നുള്ള ആ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മാസ്ക് വെച്ചോണ്ട് എല്ലായിടവും പോണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതർവൈസ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുംത ബീച്ച് റഷ് ഇല്ല. അവിടെ ഈ ലൈഫ് ഗാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല.
സോ നിങ്ങൾ റിസോർട്ട് ചോദിച്ചാൽ അവര് മറ്റേ സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ തരും. പക്ഷേ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നമ്മളങ്ങ് അകത്തോട്ട് പോകാൻ പാടില്ല. കാരണം അന്ന് നമ്മൾ പോയ സമയത്ത് ഒരു ചെറിയൊരു ഇൻസിഡന്റ് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടെ നിന്ന് ഒരു ലൈക്ക് 1/2 കിലോമീറ്റർ മാറിയ ഒരു റിസോർട്ടിലെ ഗസ്റ്റുകൾ ലോക്കൽസ് പല ഞങ്ങൾ തന്നെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കടലിൽ ഇറങ്ങുന്നോടില്ലായിരുന്നു. ലോക്കൽസ് ഒന്ന് പറയായിരുന്നു നിങ്ങളെ ഒരുപാട് ഉള്ളിലോട്ട് പോകല്ല, ഡേഞ്ചർ ആണ്. മാക്സിമം അവർ വാൺ ചെയ്യും. പിന്നെ അതും കഴിഞ്ഞ ആൾക്കാർ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോയാൽ അത് ഭയങ്കര പ്രശ്നമാവും. ഇതൊരു കപ്പിൾസ് അവിടെ ഒരുപാട് ഉള്ളിലോട്ട് പോയി കടലിന്റെ. ലൈക്ക് അവര് പിന്നെ കിട്ടിയില്ല. സോ ഞങ്ങളത് അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് നടന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ സേഫ് ആയിട്ട് എൻജോയ് ചെയ്യുക. കടലിലോട്ടേക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങരുത്. കാരണം കണ്ടാൽ തോന്നും ഭയങ്കര പീസ് ആയിട്ടുള്ള ഒരു ലൈക്ക് അധികം തിരകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട്. പക്ഷെ നമുക്കറിയില്ലല്ലോ ഡേഞ്ചേഴ്സ്. ലോക്കൽസ് പറയുന്നതൊക്കെ നിങ്ങളും കൂടി മനസ്സിലാക്കുക. അവരോടൊക്കെ പറയുന്നതിനോട് എഗ്രി ചെയ്ത് നിങ്ങൾ സേഫ്റ്റി ഈസ് വാട്ട് ഫസ്റ്റ് വേണ്ടത്. പിന്നെ ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നല്ലൊരു ലോക്കൽസിനെ കണ്ടിട്ടില്ല. കാരണം നമ്മളിപ്പം ടൗണിൽ പോകുമ്പോഴാട്ടെ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ എവിടേക്ക് പോകുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ്. നല്ല ആൾക്കാരാണ് കേട്ടോ. അവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വന്ന് തുടങ്ങിയതില്ലാത്തതുകൊണ്ട് അവിടെ സ്പോയിൽഡ് ആയിട്ടില്ല ഏരിയാസ് ആണ്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു. പിന്നെ ഒരുപാട് റിസോർട്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കുന്ത ഒരു സ്ട്രെച്ചാണ്, സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. അതിന് സൈഡ് ഫുള്ള് റിസോർട്ട്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ കാണിക്കാം. അതേപോലെയൊക്കെ തന്നെയാണ്. നിങ്ങൾ അവിടെ ഏത് റിസോർട്ട് ബുക്ക് ചെയ്താലും നല്ല നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. പിന്നെ അത്രേ ഉള്ളൂ നമുക്ക് കുന്തയെ പറ്റി. അതെ, ഞങ്ങൾ അന്ന് പോയ ടൈമിൽ ഞങ്ങൾ മെയിൻ ഗോകർണ ബീച്ചിൽ പോയായിരുന്നു. അവിടെ ഞങ്ങൾക്ക് വലിയ ക്ലീൻനെസ് ഒന്നും തോന്നിയില്ല. ജസ്റ്റ് ഞങ്ങളൊന്ന് പോയിട്ട് വന്നു. ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ല ജങ്കാർ വഴി പോയെന്ന്. പോയി മെയിൻ ബീച്ചിൽ പോയി. കോവിഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി ആൾക്കാർ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ഈവന്റ് സ്പോട്ടും കൂടെ ആണ്. ലൈക്ക് അമ്പലത്തിൽ വരുന്ന ആൾക്കാരും ഉണ്ടാവും. സോ അതിൻ്റെതായ റിച്വൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തിരക്കായിരിക്കും. പക്ഷെ നമുക്ക് എന്തുകൊണ്ടും ഒരു ബീച്ച് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് കുംത സൈഡിലാണ്. സോ നിങ്ങളാരും അത് ലൈഫില് ഒഴിവാക്കരുത്. ഒരു വട്ടമെങ്കിലും കുംതയിലൊന്ന് പോകാൻ നോക്കുക, അത് എൻജോയ് ചെയ്യാൻ നോക്കുക. ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. സോ ഞങ്ങളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇച്ചിരി ഷോർട്ടാണ്. കാരണം നമ്മൾ കോവിഡ് ടൈമിൽ പോയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് വേറെ ഒരു സ്ഥലങ്ങളിലൊന്നും കയറാൻ പറ്റിയില്ല. ജോഗ് ഫാൾസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. സോ നമുക്ക് ആ ഒരു നമുക്ക് ഈ ലോക്ക്ഡൌണിന്റെ ഹാങ് ഓവർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. പക്ഷെ നല്ല റിലീഫ് ആയിരുന്നു. നല്ലൊരു ട്രിപ്പും നല്ലൊരു ഡെസ്റ്റിനേഷനും ആയിരുന്നു. നല്ലൊരു ഡെസ്റ്റിനേഷൻ. അപ്പൊ നമ്മള് എല്ലാവരോടും പറയുന്നു ഒരു വട്ടം ഒന്ന് വിസിറ്റ് ചെയ്യാം. അടുത്ത നിങ്ങളുടെ ഇഗ്നറിയിൽ ഇതൊന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുക, സ്പെഷ്യലി ബൈക്കേഴ്സ്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സോ വി ആർ സൈനിങ് ഓഫ് നൗ. ആൻഡ് നെക്സ്റ്റ് പോഡ്കാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വേളങ്കണ്ണി ട്രിപ്പിനെ പറ്റിയാണ്. നമ്മള് അത് റീസെന്റ് പോയതാണ്. വേളങ്കണ്ണിയിൽ ഞങ്ങൾ റീസെന്റ് ഒരു യാത്രയായിരുന്നു. അത് അതിനെ കുറിച്ചാണ് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നത്. ജസ്റ്റ് വെയിറ്റ് ഫോർ അവർ അപ്ലോഡ്. വിത്തിൻ 1 or 2 days നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ റാൻഡം ആയിട്ട് ഒരു ഇയർലി ഓർഡർ പോകാത്തതെന്ന് വെച്ചാൽ റാൻഡമായിട്ട് നമ്മുടെ മനസ്സിന് ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ കുറെ ട്രിപ്സുകൾ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു പോവുകയാണ്. സോ നമ്മൾ ട്രാവൽസ് മാത്രമായിരിക്കില്ല, മറ്റുള്ള ടോപ്പിക്സും നമ്മൾ സംസാരിക്കുമായിരിക്കും. ആദ്യമൊക്കെ കുറെ കുറ്റവും കുറവും കാണും. നിങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഞങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ദയവായി കമന്റിൽ ഒന്ന് പറഞ്ഞേക്കുക. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോർമേഷൻസ് വേണമെങ്കിലും നിങ്ങൾ കമന്റിൽ പറയാം. നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളോ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ അത്രേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. വിൽ സീ യു ഓൺ ദി നെക്സ്റ്റ് പോഡ്കാസ്റ്റ്.